ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ +1 ഇംഗ്ലീഷ് പരീക്ഷ ഇന്ന് അവസാനിച്ചു. പൊതുവെ നല്ല എളുപ്പമുള്ള ഒരു പരീക്ഷ തന്നെയായിരുന്നു. വലിയ പ്രയാസങ്ങളൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. എന്നാൽ ഫെമിലിയർ അല്ലാത്ത ഒരു സെഷൻ വന്നിട്ടുണ്ട്. ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിക്കാത്ത ഒരു സെഷനും നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യം പോലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നായിരുന്നു. ഹു ഈസ് ദ ഗേൾ മെൻഷൻ ഹിയർ എന്നാണ്. ആൻസർ നമുക്കറിയാം, ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് അല്ലെങ്കിൽ മാഗി എന്ന് എഴുതിയാൽ മതി. വൈ വാസ് ദ നറേറ്റർ അറ്റൻഷൻ ഡ്രോൺ ടു ദ ഗേൾ? ആ പെൺകുട്ടിയിലേക്ക് അറ്റൻഷൻ പോകാനുള്ള കാരണം എന്താണ് എന്ന് വെച്ചാൽ, narrator was drawn to the girl because of the contrast between her age and the signs of poverty visible her cloth, which made her stand out the narrator. അപ്പൊ നറേറ്റർക്ക് ഒരു വൈരുദ്ധ്യം തോന്നിയത് അതെയാണ്. ആ പ്രായവും അതുപോലെ അവരുടെ ദാരിദ്ര്യം നിറഞ്ഞ വസ്ത്രങ്ങളുമാണ്. തേർഡ്, ക്യാൻ വി കോൾ കോൺസെപ്ച്വൽ ഫ്രൂട്ട് എ ടെക്നോളജി സ്റ്റോറി? വൈ? കോൺസെപ്ച്വൽ ഫ്രൂട്ടിനെ ഒരു ടെക്നോളജി സ്റ്റോറി എന്ന് വിളിക്കാൻ പറ്റുമോ, എന്തുകൊണ്ടെന്നാണ്. അപ്പൊ നമ്മള് കൃത്യമായിട്ട് അങ്ങനെ ഒരു ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? വിതൗട്ട് മോർ കോണ്ടെക്സ്റ്റ് ഇൻ ദ സ്റ്റോറി, കൺസെപ്ച്വൽ ഫ്രൂട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡെഫിനറ്റ്ലി കാറ്റഗറൈസ് ഇറ്റ് എന്നാണ്. However, if the story involved idea, inventions and futuristic elements, it could be considered a technology story depending on the theme. And our daughter, father, വെബ് ഡിസൈനിങ്ങിൽ വെബ്സൈറ്റിലെ ഡിസൈനിങ് പ്രോഗ്രാം ഒക്കെ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ടെക്നോളജിക്കൽ സ്റ്റോറി എന്നും പറയാം. ഇനി ഫോർത്ത്, ഹു ഈസ് ദ ക്യാരക്ടർ ഓഫ് ഗ്യൂസ്ബെറീസ് ബൈ ആന്റൺ ചെക്കോവ്? ഇവിടെ പാസേജിൽ പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഏതാണ് എന്നാ നമുക്കറിയാം, അത് അലിയോക്കിൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഫിഫ്ത്ത്, ഐഡന്റിഫൈ ദ പോയം ആൻഡ് പോയിറ്റ്. പോയം നമുക്ക് ഫെമിലിയർ ആണ്, ഡെത്ത് ദ ലെവലർ ആണ്, ബൈ ജെയിംസ് ഷേർലി. സിക്സ്ത്, ആറാമത്തെ ചോദ്യം, വാട്ട് ഡു ദ വേർഡ് ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് മീൻസ്? എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഫസ്റ്റ് ലൈൻ ആണ് ഡെത്ത് ലെവലറിലെ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഇൻഹെറിറ്റൻസ് ആണ്, അല്ലെങ്കിൽ ആൻസസ്ട്രി ആണ്, ലീനിയേജ് ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ പൊസിഷൻ ആണ്, പവർ ആണ്, വെൽത്ത് ആണ്, നമുക്കൊക്കെ അറിയാം. സെവൻത്ത്, വൈ ഡസ് ദ പോയിറ്റ് സേ ദാറ്റ് ദർ ഈസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫെയ്റ്റ്? അവിടെ ഫെയ്റ്റ് എന്ന് പറയുന്നത് ഡെത്ത് ആണ്, അല്ലെ? അപ്പൊ ആ ഡെത്തിനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നോ വൺ ക്യാൻ പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ദ ഫെയ്റ്റ്, അല്ലെങ്കിൽ ഡെത്ത്. ആ ഡെത്തിൽ നിന്ന് ആർക്കും ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, എത്ര സ്ട്രോങ് ആണെങ്കിലും, വീക്ക് ആണെങ്കിലും, റിച്ച് ആണെങ്കിലും, ഹെൽത്തി ആണെങ്കിലും ഒക്കെ. എയ്ത്ത്, വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ദ ഫോർത്ത് ലൈൻ? ഫോർത്ത് ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം, അത് ഡെത്തിന്റെ ഐസി കോൾഡ് ആയിട്ടുള്ള ആ ഹാൻഡ് കൊണ്ട് ഡെത്ത് വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പൊ പേഴ്സോണിഫിക്കേഷൻ ആണ് അതിന് ആൻസർ എന്ന് പറയുന്നത്, പേഴ്സോണിഫിക്കേഷൻ ആണ്. നയൻത്ത്, സിറ്റ് ആൻ ഇൻസ്റ്റൻസ് വിച്ച് നേച്ചർ ഹാസ് ബീൻ സോ സൊളൈസ് ഫോർ യു. നിങ്ങൾക്ക് പ്രകൃതി ഒരു സൊളൈസ്, ആശ്വാസം നൽകിയ ഒരു അനുഭവം, ഒരു എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ പോയത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ആൻസർ എഴുതാം. എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടാക്കി എഴുതാം, അല്ലെങ്കിൽ നേച്ചർ പ്രൊവൈഡ് പീസ് ആൻഡ് റിലാക്സേഷൻ. ഫോർ എക്സാമ്പിൾ, വാക്കിംഗ് ഇൻ എ ക്വയറ്റ് ഫോറസ്റ്റ്, സിറ്റിംഗ് ബൈ ദ സീ, വാച്ചിങ് ദ സൺറൈസ് ക്യാൻ ക്ലെയിം ദ മൈൻഡ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ് എന്ന് എഴുതിയാൽ മതി. ഇനി ഐഡന്റിഫൈ ദ ഇമേജ് യൂസ്ഡ് ബൈ വില്യം വേർഡ്സ്വർത്ത് പോയം ടു സ്ലീപ്. ടു സ്ലീപ്പിൽ എന്തെല്ലാം ഇമേജുകളാണ്? ഫസ്റ്റ് സ്റ്റാൻസറിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്ററി ഇമേജും വിഷ്വൽ ഇമേജും കിട്ടും, അല്ലെ? വിഷ്വൽ ഇമേജ് ആയിട്ട് ഫ്ലോക്സ് ഓഫ് ഷീപ്പ്, സീ, സ്മൂത്ത് ഫീൽഡ്, ക്ലിയർ വാട്ടർ, ബ്ലൂ സ്കൈ ഒക്കെ കാണാം. ഓഡിറ്ററി ഇമേജ് ആയിട്ട് സൗണ്ട്സ് ഓഫ് വിൻഡ്, ബീസ് മർമറിംഗ് ഒക്കെ കാണാം. 11th, കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് കോസി ഡിവൈസ്. ഇനി ഗ്രാമർ എലമെന്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ ഇങ്ങനെ വരുന്നു, ഹവർ ചേർക്കണം. ഹവർ ഷി ഹാഡ് ഗ്രേവ് മിസ്ഗീവിങ്സ്, ഷി ഗേവ് കൺസെന്റ് ഫോർ ദ സർജറി. സെക്കൻഡ് നോക്കാം, രണ്ടാമത്തെ, ഹി വാസ് ഫേസ്ഡ് വിത്ത് ബോർഡർ ലൈൻ റിസൾട്ട്, ഹവർ ഹി മാനേജ്ഡ് ടു ഗെറ്റ് അഡ്മിഷൻ. ഇനി 12th, കംപ്ലീറ്റ് ദ സെന്റൻസസ് മീനിങ് ഫുള്ളി. ഇഫ് ക്ലോസ് ഫില്ല് ചെയ്യാനായിരുന്നു. ഇഫ് യു ഹാഡ് റൺ ഫാസ്റ്റർ യു കുഡ് ഹാവ് ഓവർടേക്കൺ ഹിം. അവിടെ ക്ലോസിൽ, ഇഫ് ക്ലോസിൽ തേർഡ് കണ്ടീഷൻ ആണ് വന്നിട്ടുള്ളത്. സെക്കൻഡ്, ഇഫ് യു ടേക്ക് ഗുഡ് കെയർ ഫോർ യുവർ ഹെൽത്ത് യു വിൽ നോട്ട് ഫാൾ ഇൽ ഓഫൻ. അവിടെ ഇഫ് ക്ലോസിലെ ഫസ്റ്റ് കണ്ടീഷനാണ് വന്നിട്ടുള്ളത്. ഇനി 13 to 19 ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ടേം ഓഫ് കലാമിറ്റീസ്. ഇവിടെയാണ് നമുക്ക് ഫെമിലിയർ അല്ലാത്തൊന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഇത്. ഓരോ ടേമും നമ്മൾ എടുത്തെഴുതാനായിരുന്നു, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്.
ലാവ എന്ന് പറയുന്നത് മോൾട്ടൺ റോക്ക് ഇൻ ദ ഫ്ലോസ് ഔട്ട് ഇൻ എറപ്ഷൻ വോൾക്കാനോ എന്നാണ്. സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ, അതുപോലെ ഇംഗ്ലീഷ് മീഡിയം 10th ഒക്കെ പഠിച്ചു വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഫ്ലഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓവർഫ്ലോ ഓഫ് ദ വാട്ടർ ഓൺ ടു ദ നോർമൽ ഡ്രൈ ലാൻഡ്. ലാൻഡ് സ്ലൈഡും ഒരു പക്ഷേ നമുക്ക് ഫെമിലിയർ ആണ്. ഗ്രാവിറ്റേഷണൽ മൂവ്മെന്റ് ഓഫ് ദ മാസ് റോക്സ് ഓർ ദ ഡെബ്രീസ് ഡൗൺ സ്ലോപ്സ്. ഫാമിൻ ആണ്. Widespread of scarcity of food due to crop failure, population imbalance. 14th, do's and don'ts of ഓൺലൈൻ സേഫ്റ്റി. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് ഒന്നാണ്. സൈബർ സ്പേസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഷുവർ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ച കാര്യം തന്നെയാണ്. യൂസ് സ്ട്രോങ് പാസ്വേഡ്, എനേബിൾ ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ, കീപ് യുവർ സോഫ്റ്റ്വെയർ ആൻഡ് ആന്റിവൈറസ് അപ്ഡേറ്റഡ്. ഡോൺസ് എന്താണ്? ഡു നോട്ട് ഷെയർ പേഴ്സണൽ ഇൻഫർമേഷൻ ഓർ പാസ്വേഡ് ഓൺലൈൻ. അവോയ്ഡ് ക്ലിക്കിംഗ് on unknown links or download files from untrusted sources. ഇനി 4 questions ask നിക്കോള വാനിച്ചിനോട് ചോദിക്കാവുന്ന 4 ചോദ്യങ്ങൾ. What was your biggest challenge achieving your dream? How did you stay motivated despite hardship? What advice would you give to the pursuing their dreams? How do you feel now that you have achieved your goals? അപ്പോൾ നമ്മൾ ഷുവറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഇന്റർവ്യൂ എന്തായാലും ചോദിക്കും എന്നുള്ളത്. 16 സ്റ്റീഫൻ ഹോക്കിങ്സ് ആൻഡ് പവർ ഓഫ് പെർസീവറൻസ് ആണ്. മോഡൽ എക്സാമിന് ചോദിച്ചു തന്നെയാണ് സ്റ്റീഫൻ എങ്ങനെയാണ് തന്റെ ലൈഫില് ബാരിയർ ഓബ്സ്റ്റിക്കിളിനെയൊക്കെ മറികടന്ന് സൂപ്പർനോവ ആയത്. അതിന്റെ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ് 16ാമത് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. 17 ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് സ്ലീപ്പിംഗ് ആണ്. സ്ലീപ്പിംഗിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നാണ് 4 മാർക്കിന് ഷോർട്ട് പാരഗ്രാഫ് നമുക്ക് എഴുതാൻ ചോദിച്ചിട്ടുള്ളൂ. 18 ഡിബേറ്റ് ഓൺ വാക്കിംഗ് എ സഫിഷ്യന്റ് ഫ്രോം ദ എക്സസൈസ്. ഏത് നമുക്ക് മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വാക്കിംഗ്, ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്ന പാട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാക്കിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഡിബേറ്റ് ചെയ്യാനാണ്. 4 അഗെയിൻസ്റ്റ് ചെയ്യണം. 4 അപ്പൊ ഡിബേറ്റ് 4 ഇംപ്രൂവ് ദ കാർഡിയോവാസ്കുലർ ഹെൽത്ത്. സെക്കൻഡ് ആക്സസിബിൾ ആണ്, അതുപോലെ കോസ്റ്റ് ഫ്രീ ആണ്. ബൂസ്റ്റ് മെന്റൽ വെൽബീയിങ്, അതുപോലെ സ്യൂട്ടബിൾ ഫോർ ആൾ ഏജ്. അഗെയിൻസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ലിമിറ്റഡ് മസിൽ എൻഗേജ്മെന്റ്, ലോവർ കലോറി ബേൺ, less effective of the strength and endurance, not enough for athletes. ഇനി 19th questions, perseverance of the young seagull. ആ യങ് സീഗളിന്റെ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള പ്രവർത്തനം എത്രത്തോളം പറക്കാൻ വേണ്ടി അവനെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ലിയാം ഫ്ലഹേർട്ടിയുടെ ഐറിഷ് ഓതറായിട്ടുള്ള ലിയാം ഫ്ലഹേർട്ടിയുടെ സ്റ്റോറി ആയിരുന്നു. അതുപോലെ യങ് സീഗളിന് ക്രൈസിസ് ഉണ്ടായിരുന്നു, പറക്കാനുള്ള പേടി ഉണ്ടായിരുന്നു, വിങ്സ് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള തോന്നലുണ്ടായിരുന്നു, അല്ലെ? ഇതൊക്കെയാണ് നമ്മളവിടെ വരേണ്ടത്. ഇനി 20 നമുക്കറിയാം, ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത്. ടൈറ്റാനിക്കിലെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിനെ പ്രൊഫൈലായിട്ട് എഴുതാൻ വന്നു എന്നുള്ള. അപ്പോ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ 4 പോയത്തോളം 5 പോയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 4 പോയും മോഡൽ എക്സാമിൽ ക്വസ്റ്റൻ ആയിട്ട് വന്നിരുന്നു. സെയിം അതേ പാറ്റേണിൽ തന്നെ ഇവിടെയും നമ്മൾ പഠിക്കാനുള്ള മുഴുവൻ പോയത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈഫ് ക്ലോസ് അല്ല, ഈഫ് എന്നുള്ള പോം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തൊന്നും ക്വസ്റ്റ്യൻ വന്നു. ഇനി 21 ലൈവ് TV റിപ്പോർട്ട് ടർട്ടിൽ കാളിംഗ് ഓഫ് നാമുവാന. ഇത് നമ്മൾ ഷുവർ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഒരു ലൈവ് TV റിപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തവർക്ക് അറിയാം, ടർട്ടിൽ കാളിംഗ് തന്നെയാണ് റിച്വൽ ആയിട്ട് ചോദിച്ചത്. മോഡലിനും നമ്മൾ അതിനെ തന്നെയാണ് കെയർ കൊടുത്തിരുന്നതും. അപ്പൊ സെയിം അത് തന്നെയാണ് ഇവിടെ പബ്ലിക്കിന് വന്നിട്ടുള്ളത്. ഇനി 22 ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്പീച്ച് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതെങ്ങനെയാണ് എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 23 ഇമെയിൽ എഴുതാനാണ്. നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇമെയിൽ എഴുതാനുണ്ടാവും. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സിനെ കുറിച്ചാണ് നമുക്ക് ഇമെയിൽ ആയിട്ട് ചെയ്യേണ്ടത്. ഇൻഫോർമൽ ഇമെയിൽ ആണ്, നമ്മുടെ ഫ്രണ്ടിന് അയക്കേണ്ടതാണ്. ടു അഡ്രസ്, അതുപോലെ CCBC, സബ്ജക്റ്റ് എഴുതണം, ഡിയർ ഫ്രണ്ട് എന്ന് എഴുതണം. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡെസ്ക്രിപ്ഷൻ കൊടുക്കണം. ക്ലോസിംഗ്, ടേക്ക് കെയർ, നെയിം, ഇമെയിൽ കൊടുക്കണം. 24th നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞാണ് ലെറ്റർ ടു എഡിറ്റർ. എഡിറ്റർക്ക് ഒരു കത്ത് എഴുതാൻ ഉണ്ടാവും എന്നുള്ളത്. ഇവിടെ ഫാമിലി റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ് നമുക്ക് ലെറ്റർ ടു എഡിറ്റർ എഴുതേണ്ടി വന്നിട്ടുള്ളത്. ഫ്രം അഡ്രസ് വേണം, ടു അഡ്രസ് വേണം, ഇതിനിടയിൽ 1 ലൈൻ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞ് ഡിയോ സർ, മാഡം അല്ലെങ്കിൽ സർ എന്നൊക്കെ സല്യൂട്ടേഷൻ കൊടുത്താൽ മതി. പിന്നെ 3 പാരഗ്രാഫ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റർ പ്രസന്റ് ചെയ്യുന്നു, അതിനുശേഷം കൺക്ലൂഡ് ചെയ്യുന്നു, സിൻസിയർലി പേര് കൊടുക്കുന്നു.
25 നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ക്യാപ്റ്റൻ സ്കെച്ച് ഓഫ് ഹസൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മേജർ ക്യാരക്ടർ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെ പഠിക്കണം. ഹസനെ പഠിക്കണം, മാഗിയെ പഠിക്കണം, എജെ ക്രോണിനെ പഠിക്കണം, അതുപോലെ ഗുപ്തയെ പഠിക്കണമെന്ന്. അപ്പോൾ ഫെമിലിയർ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം പോലെ തന്നെ മാഗിയും ഹസനുമാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഹസൻ തന്നെയാണ് നമുക്ക് ചോദിച്ചതും. കാരണം മോഡലിൽ നമുക്ക് മാഗിയെ ചോദിച്ചു, അപ്പൊ തന്നെ നമുക്കറിയാം ഇനി ചിലപ്പോൾ ഹസൻ തന്നെയായിരിക്കും വരിക. അപ്പൊ ഹസൻ തന്നെയാണ് എവിടെയും വന്നിട്ടുള്ളത്. ഇനി 26ാമത്തെ എസ് ആണ് ഗാന്ധി. ഈ ഒരു ചാപ്റ്ററിന് ഒരു ചോദ്യം ഇല്ലാതെ പോവില്ല എന്ന് ഉറപ്പാണ്. 12 മാർക്കോളം നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. 8 മാർക്കിന്റെ ചോദ്യം അതിൽ നിന്ന് വന്നു. ഗാന്ധിയുടെ ക്വാളിറ്റിയെ കുറിച്ച്, ഗാന്ധിയുടെ ഡ്രീമിനെ കുറിച്ച്, ഗാന്ധിയുടെ സ്ഥിരോത്സാഹത്തെ കുറിച്ച്, ഹാർഡ് വർക്കിനെ കുറിച്ച്, ഐഡിയോളജിയെ കുറിച്ചൊക്കെ ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്. ഇനി ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ കൂടുതലായിട്ടൊന്നും എഴുതാൻ കഴിയില്ലെങ്കിലും ഗാന്ധിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ പരിശ്രമത്തെ കുറിച്ചൊക്കെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് എഴുതിയാലും നമുക്ക് ആൻസർ കറക്റ്റ് ആവും, മാർക്ക് കിട്ടുന്നതാണ്. ഇനി 27 നമുക്കറിയാം ട്രാവൽ എസ്സേ ആണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നടത്തിയിട്ടുള്ള ട്രാവൽ എസ്സേ ആണ്. അത് സ്കൂളിൽ നിന്ന് നടത്തിയ ഒരു ട്രാവൽ എസ്സേ ആണ്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ പോകുമ്പോൾ അതിന്റെ അനുഭവങ്ങളും കൂടാതെ ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളും അവിടെ എന്തെല്ലാം കാണാനുണ്ട്, എന്തെല്ലാം നമ്മൾ എൻജോയ് ചെയ്തു എന്നൊക്കെയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഒരു 2 ഡേ 3 ഡേ ഒക്കെ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. നമ്മൾ ഇഷ്ടമുള്ളതുപോലെ അത് വിവരിച്ച് എഴുതാൻ പറ്റും. ഇവിടെ മൂന്നാറിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി 28 ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ വാട്ട് ഈസ് സക്സസ് എന്നുള്ള പോയത്തെ കുറിച്ചുള്ള വാൾഡോ എമേഴ്സന്റെ, റാൽഫ് വാൾഡോ എമേഴ്സന്റെ ഒരു പോയാണ് തന്നിട്ടുള്ള അപ്രീസിയേഷൻ. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുവർ ആയിട്ടും ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചോദിക്കും, വന്നാൽ എങ്ങനെ എഴുതാനുള്ള ടെക്നിക്കൽ ടിപ്സ് ഒക്കെ നമുക്ക് നൽകിയിരുന്നു, ട്രിക്കൊക്കെ. അത് വെച്ച് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു കവിത തന്നെയാണ് ഇതും. അപ്പൊ സുഖമായിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, കമ്പയർ ചെയ്യാനും പറ്റും. ഈഫ് എന്നുള്ള പോയം ആണെങ്കിൽ അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കമ്പയറും ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 5 പോയവും എന്തെന്ന് വന്നിട്ടുണ്ട്, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്.